ലേസർ അധിഷ്ഠിത ആയുധം വിജയകരമായി പരീക്ഷിച്ച പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO. മിസൈലുകൾ, ഡ്രോണുകൾ, ചെറിയ പ്രൊജക്ടൈലുകൾ തുടങ്ങി 5 കിലോമീറ്റർ പരിധിയിലുള്ള വ്യോമാക്രമണങ്ങളെ നിർവീര്യമാക്കുവാൻ ശേഷിയുള്ള ഉയർന്ന പവർ ലേസർ ഡ്യൂസ് സാങ്കേതികവിദ്യയാണ് DRDO വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത്. ഇതോടെ ഈ സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 30 കിലോവാട്ട് MK2 ലേസർ ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റം കർണൂലിലെ നാഷണൽ ഓപ്പൺ എയർ റേഞ്ചിലാണ് പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO വിജയകരമായി പരീക്ഷിച്ചത്. ഏറ്റവും ശക്തമായ കൗണ്ടർ ഡ്രോൺ സിസ്റ്റമാണ് വിജയകരമായി പരീക്ഷിച്ചതെന്നാണ് DRDOയിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ജാമിംഗ് കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് സിഗ്നലുകൾ എന്നിവയുൾപ്പെടെ വിപുലമായ ഇലക്ട്രോണിക് യുദ്ധശേഷിയുള്ള ആയുധമാണ് DRDO പരീക്ഷിച്ചത്. കരയിലും കടലിലും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന പ്രത്യേകതയും ഈ ആയുധത്തിനുണ്ട്. വ്യോമ, റെയിൽ, റോഡ്, ജലമാർഗങ്ങൾ വഴി വേഗത്തിൽ ഈ ആയുധം വിന്യസിക്കാൻ കഴിയുമെന്നാണ് DRDO വ്യക്തമാക്കുന്നത്. LRDE, IRDE, DLRL, അക്കാദമിക് സ്ഥാപനങ്ങൾ, ഇന്ത്യൻ വ്യവസായ സംരംഭങ്ങൾ എന്നിവയുമായി സഹകരിച്ച് DRDOയുടെ സെന്റർ ഫോർ ഹൈ എനർജി സിസ്റ്റം ആൻഡ് സയൻസ് ആണ് MK2 ഡ്യൂസ് സിസ്റ്റം രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തത്. ലേസർ ഡ്യൂസ് സിസ്റ്റങ്ങൾ റഡാർ അല്ലെങ്കിൽ അവയുടെ ഇന്നർബിൽറ്റ് ഇലക്ട്രിക് ഓപ്റ്റിക് സിസ്റ്റം ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും പ്രകാശവേഗത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കുന്നത്. 20 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള എതിരാളികളുടെ ആയുധങ്ങളെ തകർക്കുന്ന സൂര്യ എന്ന പ്രതിരോധ സംവിധാനവും DRDO വികസിപ്പിക്കുന്നുണ്ട്. 300 കിലോവാട്ട് ശേഷിയുള്ള സൂര്യയും ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനമാണ്.